ഹലോ ഹലോ, അമ്മ എന്ത് ചെയ്യണ്? എടി മോളെ, അമ്മ എന്ത് ചെയ്യണ്? തൊടിയിൽ ചപ്പും ചവടൊക്കെ അങ്ങനെ കുഞ്ഞു കൂടി കിടക്കുകയല്ലേ. ഞാന് പിന്നെ വെച്ച തൈകളൊക്കെ എന്തായി നോക്കാൻ വേണ്ടി തൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇവിടെ ആരെങ്കിലും കേട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ സംസാരിക്കും. നിക്കുന്ന അമ്മ തൊടിയിലാണ് നിൽക്കുക. അമ്മ വീട്ടിനകത്ത് പോട്ടെ നിൽക്ക്. ശരി. പറയടി മോളെ നീ. ഹലോ അമ്മേ, ഞാൻ രാവിലെ കുറച്ച് എണീക്കാൻ വഴുകി. ഒരു 10 മണിയായി എണീക്കാൻ. ഞാനിപ്പോ നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അതിന് എന്നെ അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് എന്തൊക്കെ ഒരു വാക്ക പറഞ്ഞെന്നറിയും. ഞാനപ്പൊ നല്ല മറുപടി കൊടുത്തു. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, അമ്മ പറഞ്ഞ കാര്യം ആരുടെ മുമ്പിൽ താരണ്ട പറഞ്ഞില്ലേ, അതിനനുസരിച്ച് ഞാൻ നല്ല മറുപടി കൊടുത്തു. അമ്മ അത് മാത്രമല്ല, ഞാൻ പണി ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നുണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10 മണിക്ക് എണീറ്റ് വന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ദാഹിച്ചു. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് അറിയാലോ രാവിലെ എണീറ്റ് എനിക്ക് ചായ വേണം എന്നുള്ളത്. അപ്പൊ തൊട്ടപ്പുറത്തെ അമ്മ ഇരിക്കണ്ടായിരുന്നു, ഏട്ടന്റെ അമ്മ. അപ്പൊ ഞാൻ അമ്മ ചായ ഉണ്ട് ചോദിച്ചപ്പോ അമ്മ ചായ എടുത്തോന്നു. പക്ഷെ അമ്മയ്ക്കും അച്ഛനും കുഴപ്പമില്ല, ഇങ്ങനെയിരിക്കാൻ മൊത്തം പ്രശ്നം. നാപ്പന്റെ അവിടെ ഒന്ന് കേറിയിട്ട് പോട്ടെ. അപ്പം വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ല. നിന്നെ അതിനല്ല ഞങ്ങൾ കെട്ടിച്ചു വിട്ടത്. അല്ല അന്തസ് ഇത്രയും സ്വർണം കൊടുത്ത് ഇത്രയും പഠിപ്പിച്ചിട്ട് ഇത്രയും സ്വർണം തന്നിട്ട് ആൾ കെട്ടിച്ചു കൊടുത്തതേ അവന്റെ വീട്ടിൽ പണി ചെയ്യാനും നേരത്തെ എണീറ്റ് അവന്റെ അച്ഛനമ്മയെ നോക്കാനല്ല. നീ മര്യാദക്കില്ലേ അവനെ ഉപേക്ഷിച്ച് വിടാൻ നിന്നോ. എനിക്ക് 100 മണി പോലത്തെ ചക്കന്മാരുടെ നിനക്ക് കിട്ടും. അമ്മ നിൽക്കുണ്ടായിട്ടും ചക്കന്മാരനെ മനസ്സിലായില്ലേ. ഇപ്പൊ ഒന്നാമത്തെ പെണ്ണ് കിട്ടാത്ത സമയമാണ്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പുതിയ ചക്കന്റെ നിനക്ക് കിട്ടും. അമ്മ കണ്ടെത്തി തരാ. ഇതിൽ കൂടെ എത്ര ബ്രോക്കർമാര് പോകുന്നു. നമ്മുടെ വീട്ടിലേക്ക് വരാത്ത ബ്രോക്കർമാരാ. നീ വേഗമില്ലേ കെട്ടിയും നിന്റെ മറ്റേ സ്വർണങ്ങളും ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. സ്വർണങ്ങളും തുണിയും കെട്ടും ബാണ്ടൊക്കെ എടുത്തിട്ട് വേഗം വിടുക. മനസ്സിലായില്ലേ. നമുക്ക് ഡൈവേഴ്സ് ചെയ്യാവനെ, നമുക്ക് വേണ്ട ഞാൻ ബന്ധം. മനസ്സിലായില്ലേ. അച്ഛന്റെ അമ്മയ്ക്ക് കൂട്ടം കേട്ടിട്ട് നിന്നെ പ്രശ്നം ഉണ്ടാക്കണം അവനെ നമുക്കിനി വേണ്ട മോളെ. നീ ധൈര്യത്തിൽ വാ, അമ്മയുണ്ട് നിന്റെ കൂടെ. മനസ്സിലായില്ലേ. അച്ഛനേക്ക് അമ്മ പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഇത്തിരി എരിവും പുളിയൊക്കെ അമ്മ കൂട്ടി പറയാ, അല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ല. മനസ്സിലായി നിനക്ക്. എനിക്കറിയാം അമ്മ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. ആ ധൈര്യത്തിലാണ് ഞാൻ നന്നായി പറഞ്ഞത് ഇവിടെ. ഇല്ല പിന്നെ പിന്നീട് അമ്മായി കൊണ്ടൊരു സാധനമില്ലേ, അതൊട്ടും എവിടെ മോളെ അമ്മ പിന്നെ വിളിക്കാം. അമ്മായി വന്നിട്ടുണ്ട്, പിന്നെ വിളിക്കാട്ടാ. നാത്തോനെ, ഞാൻ പാലക്കാട്ടേക്ക് വന്നാണ്. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ അതൊന്ന് ഇവിടെ കയറിയ നാത്തോനിയും ആങ്ങളിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ പറഞ്ഞിട്ട് വന്നതാണ്. കേരുമ്പളേക്ക് കേട്ടു ഞാന്, നീ പറയണതൊക്കെ കേട്ടു. അത്ര നല്ല ശീലമല്ല അതൊന്നും. അല്ല നാത്തോനെ, അവിടെ ഭയങ്കര പ്രശ്നമാണ്. നമ്മള് പൊന്നുപോലെ വളർത്തി നമ്മുടെ മകളല്ലേ. ഇത്രയും ചെറിയ കാര്യത്തിന് അവർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി അറിയോ. ഇത്തിരി സമയം രാവിലെ എണീക്കാൻ ഇവിടെ വൈകി. എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റപ്പോ ചായ അമ്മായിയമ്മനെ കൊണ്ടു താന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് സമയം മൊബൈൽ നോക്കിയിട്ട് ഇരുന്നു. ഇതാണ് അവിടെ പ്രശ്നം. ഇപ്പൊ അവര് കണക്കാക്കുന്ന പ്രശ്നമായിട്ട്. ഇതിനെ അങ്ങോട്ട് കുത്തിപ്പൊക്കി അവനങ്ങോട്ട് വലിയ പ്രശ്നമൊക്കെ. എന്റെ അമ്മയ്ക്ക് ആരുമില്ല, എന്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണം, എന്റെ അമ്മ എന്താ അവിടുത്തെ പണിക്കാരിയ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നാത്തോനെ. അപ്പൊ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. നാത്തോ കേട്ടൂലേ. നീ പറഞ്ഞല്ല ഞാൻ കേട്ടു. അവള് പറയുമ്പോഴേക്ക് അതിൽ കാര്യമില്ലോ നീ മനസ്സിലാക്കിയിട്ടാണ് നീ പറയുന്ന അവളുടെ അടുത്ത്. തെറ്റ് അവരുടെ കുട്ടിന്റെ അടുത്താണോ തെറ്റ് അവരുടെ അടുത്താണോ നീ ആദ്യം പോയി നോക്ക്. പെൺകുട്ടികൾ പറയുന്നത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അവരിന്റെ അടുത്താണോ തെറ്റ്, അവരുടെ അടുത്താണോ തെറ്റ്, ഏത് ഭാഗം ശരി തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കുട്ടിക്ക് ഡൈവേഴ്സിന്റെതോ ഒന്നും ഡൈവേഴ്സ് ചെയ്താൽ അങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നും അതിലില്ല. ആദ്യം പോയിട്ട് നീ കുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തെറ്റ് കുട്ടിന്റെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ നീ നോക്ക്. കുട്ടിനെ തള്ളാനും പറയില്ല. ഓടി വന്ന് ഡൈവേഴ്സ് ചെയ്യാണ്ട് കുട്ടിനെ കൊണ്ടുവരണ്ട. കുട്ടിന്റെ ഭാവി നമ്മൾ നോക്കണ്ടേ. അതിൽ തെറ്റുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് നീ അവളെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ നോക്കിക്കോ. പക്ഷെ ഇതൊന്നും ഞാൻ അംഗീകരിക്കില്ല. എന്ന് കരുതിപ്പോ എല്ലാ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും തെറ്റുകാരാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്. വൈകുന്നേരം ഞാൻ എന്റെ ആങ്ങളുടെ ഒന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നീ എന്താ വെച്ച ചെയ്തു. ശരി, ഞാൻ ഇറങ്ങും. അതെയാ, പറയേണ്ടത് പറഞ്ഞു. നീ ആലോചിച്ചിട്ട് ചെയ്തോ. ശരി നാത്തോനെ.